ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വിശ്വഗുരു ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ജയതാം സുരതോർ പങ്കോർ മമ മന്ദമതേർഗതി മത്സർവസ്സപദാംബോജോ രാധാ മദനമോഹനോ. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി. യശോദനന്ദന വ്രജജനരഞ്ജന യമുനതീരാവനചാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഔദാരിക ഭാഗവതോത്തമനും ലോകാചാര്യനുമായ ദിവ്യപൂജ എസ് ഭക്തി വേദാന്ത സ്വാമിയുടെ പ്രശസ്തി ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ശ്രീല പ്രഭുപാദർ എന്ന നാമധേയത്തിൽ ഇന്ന് ലക്ഷോപലക്ഷം പേർ അറിയുന്നു. എന്നാൽ അദ്ദേഹം ലോകപ്രശസ്തനാകുന്നത് 1965 അമേരിക്കയിൽ എത്തിച്ചേർന്നതിനു ശേഷമാണ്. ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിക്കും മുമ്പ് അദ്ദേഹം 3 ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. എന്നാൽ അടുത്ത 12 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം 60-ലധികം വൈദിക ഗ്രന്ഥങ്ങൾ രചിച്ചു. ഭാരതം വിട്ടു പോകും മുമ്പ് അദ്ദേഹം ഒരു ശിഷ്യന് ദീക്ഷ നൽകിയിരുന്നു. എന്നാൽ അടുത്ത 12 വർഷങ്ങൾക്കിടയിൽ 4000-ലേറെ ശിഷ്യന്മാർക്കാണ് അദ്ദേഹം ദീക്ഷ നൽകിയത്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടും മുമ്പ് അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായ കൃഷ്ണഭക്തന്മാരുടെ ഒരു ലോക സമൂഹത്തെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഒരാൾ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള ഒരു പതിറ്റാണ്ടിനുള്ളിൽ തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോൺ രൂപീകരിക്കുന്നതും അതിനെ നിലനിർത്തുന്നതും കൂടാതെ 100-ലധികം സെന്ററുകളിലായി വികസിപ്പിക്കുന്നതുമെല്ലാം ലോകം കാണാനിടയായി. അമേരിക്കയിലേക്ക് പോകും മുമ്പ് അദ്ദേഹം ഒരിക്കലും ഭാരതത്തിന് പുറത്തു പോയിരുന്നില്ല. അടുത്ത 12 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് പല തവണ ലോകം മുഴുവൻ സഞ്ചരിച്ച് കൃഷ്ണാവബോധ തത്വങ്ങൾ പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞു. ശ്രീല പ്രഭുപാദർ ലോകത്തിന് നൽകിയ സംഭാവനകൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ സംഭവിക്കാനിടയായ വിപ്ലവകരമായ ആധ്യാത്മിക നേട്ടങ്ങളാണിതെല്ലാം എന്ന പ്രതീതി ഉളവാകുന്നു. എന്നാൽ ഇതിനു മുമ്പുള്ള നീണ്ട 69 വർഷങ്ങൾ ഈ ആധ്യാത്മിക വിസ്ഫോടനം സാധ്യമാക്കുവാൻ വേണ്ടിയുള്ള തപസ്യയായിരുന്നുവെന്നത് പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. അമേരിക്കക്കാരുടെ ദൃഷ്ടിയിലാകട്ടെ ശ്രീല പ്രഭുപാദരും അദ്ദേഹം തുറന്നു കൊടുത്ത വിജ്ഞാനത്തിൻ്റെ കലവറയുമെല്ലാം പെട്ടെന്ന് എവിടുന്നോ പ്രത്യക്ഷമായതുപോലെ അനുഭവപ്പെടുകയായിരുന്നു. അലാവുദ്ദീനിൻ്റെ അത്ഭുതവിളക്കിൽ നിന്ന് പുറത്തു വന്ന ഭൂതത്തെപ്പോലെ അദ്ദേഹം ജനങ്ങളെ വിസ്മയിപ്പിച്ചു. എന്നാൽ പല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉത്കൃഷ്ട സംസ്കാരത്തിൻ്റെ ഉത്തമ പ്രതിനിധിയായിരുന്നു ശ്രീല പ്രഭുപാദർ എന്നതത്രേ വാസ്തവം. ശ്രീല പ്രഭുപാദർ എന്ന അഭയചരൻ്റെ 1896 സെപ്റ്റംബർ 1-ാം തീയതി കൽക്കത്തയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് വസ്ത്രവ്യാപാരിയായ ഗൗർ മോഹൻ്റെയും മാതാവ് ശ്രീമതി രജനിയും ആയിരുന്നു. അന്നത്തെ ബംഗാളിലെ പതിവ് അനുസരിച്ച് മാതാപിതാക്കൾ ഒരു ജ്യോത്സ്യനെ കൊണ്ട് കുട്ടിയുടെ ജാതകം എഴുതിച്ചു. ജ്യോതിഷൻ്റെ വാക്കുകൾ ആ മാതാപിതാക്കളെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണുണ്ടായത്. അദ്ദേഹം വിശേഷപ്പെട്ട ഒരു പ്രവചനം നൽകി. ഈ കുട്ടി 70 വയസ്സാകുമ്പോൾ ഒരു വലിയ മതാചാര്യനായി തീരും. പിന്നീട് കടൽ കടന്നു സഞ്ചരിക്കുകയും 108 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇത്തരം പ്രവചനങ്ങൾ ആ മാതാപിതാക്കളെ ആനന്ദത്തിൽ ആറാടിക്കുകയായിരുന്നു. ഉത്തര കൽക്കത്തയിലെ ഇന്ത്യൻ മേഖലയിലുള്ള 151 ഹാരിസൺ റോഡിലായിരുന്നു അഭയുടെ വീട്. പിതാവ് ഗൗർ മോഹൻ സുവർണ വാണിക് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു. 1 നൂറ്റാണ്ടുകാലമായി ബ്രിട്ടീഷുകാരുമായി സ്വർണവും ഉപ്പും വ്യാപാരം നടത്തി വന്നിരുന്ന സമ്പന്നരായ മല്ലിക് കുടുംബത്തിൻ്റെ ബന്ധുവുമായിരുന്നു അദ്ദേഹം. മല്ലിക് കുടുംബം യഥാർത്ഥത്തിൽ ഗൗതമ മുനിയിൽ നിന്ന് ആരംഭിക്കുന്ന ഡേ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. മുഗൾ ഭരണകാലത്ത് ഡേ കുടുംബത്തിലെ ഒരു ശാഖയ്ക്ക് അവരുടെ സമ്പത്തും പ്രതാപവുമെല്ലാം കണക്കിലെടുത്ത് മല്ലിക് പ്രഭു എന്ന സ്ഥാനപ്പേര് നൽകി. പിൽക്കാലത്ത് ഡേ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ മല്ലിക് കുടുംബത്തിലെ ഒരംഗത്തിന് വിവാഹം ചെയ്തു കൊടുത്തു.
അന്നു മുതൽക്കാണ് ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും സുദൃഢമായത്. ഹാരിസൺ റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളുടെ ഒരു നീണ്ട നിര മുഴുവനും ലോകനാഥ മല്ലിക്കിൻ്റെ സ്വന്തമായിരുന്നു. മല്ലിക്കിൻ്റെ ഒരു 3 നില കെട്ടിടത്തിലായിരുന്നു ഗൗർമോഹനും കുടുംബവും താമസിച്ചിരുന്നത്. ആ റോഡിൽ അവരുടെ വീടിന് എതിർവശത്തായി തന്നെ ശ്രീ രാധാ ഗോവിന്ദ ക്ഷേത്രവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി മല്ലിക് കുടുംബം ആ രാധാഗോവിന്ദ ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾ പരിപാലിച്ചു പോരുകയായിരുന്നു. ഇതിനായി ആവശ്യം വരുന്ന ധനം മല്ലിക്കുകൾ നടത്തി വന്നിരുന്ന പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലത്തെ പ്രാതലിനു മുമ്പ് മല്ലിക് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ശ്രീ രാധാഗോവിന്ദൻ്റെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന പതിവുണ്ടായിരുന്നു. സസ്യാഹാരങ്ങൾ, അന്നം, കച്ചൗരി തുടങ്ങിയ പലതരത്തിലുള്ള വിഭവങ്ങളുണ്ടാക്കി ഭഗവാനു നിവേദിച്ച ശേഷം രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്കെല്ലാം ഭഗവത് പ്രസാദമായി അത് വിതരണം ചെയ്തു പോന്നിരുന്നു. അവിടെ നിത്യവും എത്തുന്ന ആരാധകരിൽ പതിവ് തെറ്റിക്കാതെ അഭയ് ചരൺ തൻ്റെ അമ്മയോടോ അച്ഛനോടോ പരിചാരകരോടോ ഒപ്പം എത്തിയിരുന്നു. ഹരേ കൃഷ്ണ. വീണ്ടും തുടരും.